ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടീം ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഉദ്യോഗാർത്ഥികൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു യൂണിഫോം തസ്തികയുടെ നോട്ടിഫിക്കേഷൻ PSC പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. ഫയർമാൻ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ മുന്നിൽ പരീക്ഷാ സംബന്ധമായ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകാം. അതായത് അതിന്റെ സിലബസ്, യോഗ്യത, നിയമന രീതി, മുൻവർഷ ചോദ്യപേപ്പറുകൾ എങ്ങനെയായിരിക്കണം ഒരു ഫയർമാൻ പരീക്ഷയ്ക്ക് ഒരു ഉദ്യോഗാർത്ഥി തയ്യാറെടുക്കേണ്ടത് എന്നിങ്ങനെ ഒട്ടനവധി സംശയങ്ങൾ ഒരു ഉദ്യോഗാർത്ഥിക്ക് ഉണ്ടാവാം. അത്തരം സംശയങ്ങൾക്ക് ഒരു നിവാരണം നടത്തുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഈ വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത്. ഫയർമാൻ പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കാം. അതിനോടനുബന്ധിച്ച് ലക്ഷ്യയുടെ ഭാഗത്ത് നിന്ന് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട 3 കാര്യങ്ങളാണ്. ഒന്ന്, ഫയർമാൻ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ലക്ഷ്യയുടെ തിരുവനന്തപുരം മെയിൻ ബ്രാഞ്ചിൽ ഒരു ഓഫ്ലൈൻ ബാച്ച് ഉടൻ തന്നെ ആരംഭിക്കുന്ന വിവരം നിങ്ങളെ അറിയിക്കുകയും നേരിട്ട് ക്ലാസ്സിലെത്തി പഠിക്കാൻ സാധിക്കാത്ത ലക്ഷ്യയുടെ ക്ലാസുകൾ ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ലക്ഷ്യയുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമായ ടീം ലക്ഷ്യ കേരള ലേണിംഗ് ആപ്പ് എന്ന പ്ലാറ്റ്ഫോമിൽ ഓൺലൈനായിട്ട് ഞങ്ങൾ ഈ വരുന്ന ഡിസംബർ 20 മുതൽ പുതിയൊരു കോഴ്സ് ഫയർമാന് വേണ്ടി മാത്രം ആരംഭിക്കുന്നുണ്ട്. 6 മാസത്തെ കോഴ്സാണ്. 3500 രൂപയാണ് നമ്മുടെ ഓൺലൈൻ കോഴ്സിന്റെ ഫീ. ഒരുപാട് ഉദ്യോഗാർത്ഥികൾ സ്വന്തമായി വീട്ടിലിരുന്ന് പഠിക്കാറുണ്ട്. അപ്പോഴും നമുക്ക് ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കേണ്ട മെറ്റീരിയൽസ് ആവശ്യമാണ്. അതിൽ ഏറ്റവും പ്രധാനമാണ് സ്പെഷ്യൽ ടോപ്പിക്. ഫയർമാന്റെ സ്പെഷ്യൽ ടോപ്പിക്ക് മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഉദ്യോഗാർത്ഥികൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ഫയർമാന്റെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ നമ്മുടെ റാങ്ക് ഫയൽ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഓൺലൈനായിട്ടും പർച്ചേസ് ചെയ്യാം. നമ്മുടെ ഫയർമാൻ സ്പെഷ്യൽ ടോപ്പിക് റാങ്ക് ഫയലിന്റെ വില 100 രൂപ മാത്രമാണ്. ഉറപ്പായിട്ടും ഈ റാങ്ക് ഫയലിലുള്ള പോർഷൻസ് മാത്രം കൃത്യമായി നോക്കിയിട്ട് പോയാൽ സ്പെഷ്യൽ ടോപ്പിക്കിൽ നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഫയർമാൻ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ഓഫ്ലൈനായും ഓൺലൈനായും ഫയർമാൻ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ റാങ്ക് ഫയലുമായും ഞങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട്. ലക്ഷ്യയുടെ സേവനം പരമാവധി പ്രയോജനപ്പെടുത്തുക. ഏറ്റവും മികച്ച പരിശീലനത്തിന്റെ അനുഭവം സ്വന്തമാക്കിക്കൊണ്ട് തന്നെ ഫയർമാൻ തസ്തികയിലേക്ക് നിയമനം നേടുക. ഓക്കെ, ഇനി നമുക്ക് ഫയർമാൻ നോട്ടിഫിക്കേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 27,900 മുതൽ 63,700 ആണ്. അതായത് നിങ്ങൾ ഫയർമാനായി ജോലിയിൽ കയറുമ്പോൾ നിങ്ങളുടെ അടിസ്ഥാന ശമ്പളം 27,900 ആയിരിക്കും. നമ്പർ ഓഫ് വേക്കൻസി, പുതുതായിട്ട് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരു സംശയമാണ്, എത്ര വേക്കൻസിയാണ് ഫയർമാന് നിലവിലുള്ളത് എന്നുള്ളതാണ്. ഫയർമാന് നിലവിൽ ഒരു റാങ്ക് ലിസ്റ്റിന് വരാനുണ്ട്. അതിന് പുറമെയാണ് ഈ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എപ്പോഴും പ്രതീക്ഷിത ഒഴിവുകളാണ്. ഒരു റാങ്ക് ലിസ്റ്റ് അവസാനിച്ചതിന് ശേഷം നിങ്ങൾ എഴുതുന്ന പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് വരുന്നതിന് ശേഷം വരുന്ന തസ്തികകളിൽ നിന്നാണ് നിയമനം നടക്കുന്നത്. ഓക്കെ, പിന്നെ ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 18 വയസ്സ് മുതൽ 26 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. 1998 ജനുവരി 2-നും 2006 ജനുവരി 1-നും ഇടയിൽ ജനിച്ചവർക്ക്, ആ ദിവസങ്ങളിൽ ജനിച്ചവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ +2 ആണ്. അതിനോടൊപ്പം DCA ഒരു പ്രിഫറൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് നൽകിയിട്ടുണ്ട്. അതായത് ഒരേ മാർക്ക് വരികയും ഒരാൾക്ക് DCA ഉണ്ടാവുകയും ആണെങ്കിൽ അയാളുടെ റാങ്ക് DCA ഇല്ലാത്ത ആളെക്കാൾ മുകളിൽ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ്, അല്ലാതെ DCA നിർബന്ധമായും വേണം എന്നില്ല. ഓക്കെ, ഇനി മുൻവർഷ പരീക്ഷകളും അതിന്റെ നിയമനങ്ങളും. ഇതിന് തൊട്ടു മുന്നേ ഫയർമാൻ തസ്തികയ്ക്ക് വേണ്ടി നടത്തിയ നോട്ടിഫിക്കേഷൻസും അതിന്റെ പരീക്ഷകളെ നമുക്കൊന്ന് വിലയിരുത്താം. 188/2023 എന്ന നോട്ടിഫിക്കേഷൻ ആയിരുന്നു ഏറ്റവും ഒടുവിൽ വന്നത്. അതിന്റെ കട്ട് ഓഫ് 57.33 ആയിരുന്നു. ഒറ്റ പരീക്ഷ ഉണ്ടായിരുന്നുള്ളൂ, മെയിൻ പരീക്ഷ. അതിന്റെ കട്ട് ഓഫ് ആയിരുന്നു 57.33. അതിന്റെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ എണ്ണം 1510 ആണ്. പക്ഷേ അതിന്റെ റിക്രൂട്ട്മെന്റ് നടക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ സ്വിമ്മിംഗ് ടെസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ. അതിനുശേഷം ഏറ്റവും അന്തിമമായ മെയിൻ ലിസ്റ്റ് വരുമ്പോൾ ചില മാറ്റങ്ങൾ ഇതിൽ വരാം. നിലവിൽ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ എണ്ണം 1510 ആണ്. കട്ട് ഓഫ് 57.33 ആണ്. ഇതാണ് ഇതിന് തൊട്ടു മുന്നേ നടന്ന ഫയർമാൻ പരീക്ഷയെ കുറിച്ചുള്ള വിവരങ്ങൾ. എന്നാൽ അതിനു മുമ്പ് 139/2019 നോട്ടിഫിക്കേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് 2 ഘട്ടമായിട്ടാണ് നടത്തിയത്. ആദ്യം പ്രിലിംസും പിന്നീട് മെയിൻസും. അതിൽ പ്രിലിംസിന്റെ കട്ട് ഓഫ് 62.61 മെയിൻസിന്റെ 61.33 ആണ്. ഇത്തവണ ഉറപ്പായിട്ട് മെയിൻസ് മാത്രമേ കാണുള്ളൂ, പ്രിലിംസ് ഉണ്ടാവാനുള്ള സാധ്യത ഇല്ല. 139/2019 നോട്ടിഫിക്കേഷൻ പ്രകാരം അന്തിമമായ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ എണ്ണം 806 ആണ്. മെയിൻ ലിസ്റ്റ് ആണ് പറയുന്നത്. മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ എണ്ണം 806. ആ 806 പേര് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. എന്നാൽ ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് മൊത്തം നടന്ന നിയമനങ്ങൾ 674 ആണ്. ശ്രദ്ധിക്കണം, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്, 670ഓളം ഉദ്യോഗാർത്ഥികൾക്ക്
ഒരു വർഷത്തിനുള്ളിൽ ജോലി കൊടുത്ത ഒരു ലിസ്റ്റ് ആയിരുന്നു ഫയർമാന്റെ 139/2019. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നിയമനം നടക്കുന്ന റാങ്ക് ലിസ്റ്റ് ആണ് ഫയർമാൻ. നിങ്ങൾക്കും ഇത് പ്രതീക്ഷിച്ച് നല്ലതായിട്ട് പഠിക്കാവുന്നതാണ്. ഓക്കെ, ഇനി ഫയർമാൻ പരീക്ഷയ്ക്ക് എങ്ങനെയാണ് തയ്യാറെടുക്കുന്നത്? ഫയർമാന്റെ യോഗ്യത +2 ആയതുകൊണ്ട് തന്നെ പല ഉദ്യോഗാർത്ഥികൾക്കും ഡൗട്ട് ഉണ്ട്. നമ്മൾ 10ാം ക്ലാസ് നിലവാരത്തിനാണോ പ്രിപ്പയർ ചെയ്യേണ്ടത്, +2 നിലവാരത്തിനാണോ പ്രിപ്പയർ ചെയ്യേണ്ടത്, ഡിഗ്രി നിലവാരത്തിലാണോ പ്രിപ്പയർ ചെയ്യുന്നത്? ആക്ച്വലി ഇതിന്റെ യോഗ്യത +2 ആണെങ്കിലും ഒരു ഫയർമാൻ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി ഡിഗ്രി നിലവാരത്തിലുള്ള സിലബസ് വെച്ചിട്ട് ഏകദേശം ഡിഗ്രി നിലവാരത്തിനോടൊപ്പമുള്ള പ്രിപ്പറേഷൻ ആണ് നിങ്ങൾ നടത്തേണ്ടത്. 10th ലെവലിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് +2 ലെവൽ പരീക്ഷയ്ക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയില്ല. കഴിഞ്ഞ തവണ അങ്ങനെ പഠിച്ച ഉദ്യോഗാർത്ഥികൾക്ക് അതിന്റെ ബുദ്ധിമുട്ടും നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ഡിഗ്രി എക്സാം എന്നുള്ള രീതിയിൽ നിങ്ങൾ ഇതിനെ സമീപിച്ചാൽ ഈ പരീക്ഷ നിങ്ങൾക്ക് വളരെ എളുപ്പമുള്ളതും ഉറപ്പായിട്ട് ഉയർന്ന റാങ്ക് നേടാനും കഴിയും. പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് +2 നിലവാരത്തിലുള്ള പരീക്ഷകളിലെ ഭൂരിഭാഗം ചോദ്യങ്ങളും വരുന്നത് NCERT +2 പാഠപുസ്തകങ്ങളിൽ നിന്നാണ്. NCERT +2 പാഠപുസ്തകങ്ങളെ ബേസ് ചെയ്താണ് പ്രത്യേകിച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ, എക്കണോമിക്സ് പോലുള്ള സബ്ജക്റ്റുകളെല്ലാം കഴിഞ്ഞ തവണ ചോദ്യം വന്നത്. അതുകൊണ്ട് തന്നെ +2 പാഠപുസ്തകങ്ങളെ അടിസ്ഥാനമാക്കിയായിരിക്കണം യൂണിഫോം പോസ്റ്റിന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ പഠിക്കേണ്ടത്. ഓക്കെ, ശരി. ഇനി ലക്ഷ്യയുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമായ ടീം ലക്ഷ്യ കേരള ലേണിംഗ് ആപ്പിൽ നൽകുന്ന ഫയർമാന്റെ ഓൺലൈൻ കോഴ്സ് ഈ വരുന്ന ഡിസംബർ 20-ാം തീയതി മുതൽ ആരംഭിക്കുന്ന വിവരം എല്ലാവരെയും അറിയിച്ചുകൊള്ളുന്നു. സിലബസ് പൂർണ്ണമായിട്ടും കവർ ചെയ്തുകൊണ്ട്, ഇൻക്ലൂഡിംഗ് സ്പെഷ്യൽ ടോപ്പിക് പൂർണ്ണമായിട്ടും കവർ ചെയ്തുകൊണ്ട്, ഇതിന് മുൻവർഷങ്ങളിൽ നടന്ന ഫയർമാൻ പരീക്ഷയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്തുകൊണ്ട്, അതിന്റെ എക്സ്പ്ലനേഷൻ പഠിച്ചുകൊണ്ട് വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് ഉയർന്ന റാങ്ക് നേടാൻ നിങ്ങളെ ഉറപ്പായിട്ടും സഹായിക്കുന്ന ഒരു കോഴ്സ് ആയിരിക്കും ഫയർമാന്റെ സ്പെഷ്യൽ കോഴ്സ്. 6 മാസമാണ് ഇതിന്റെ കാലാവധി. ഇതിന്റെ കോഴ്സ് ഫീ 3500 രൂപയാണ്. ഇനി നമ്മുടെ കോഴ്സ് എന്താണെന്ന് ബ്രീഫായിട്ട് നിങ്ങളുമായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഒന്ന്, നമ്മുടെ ഫയർമാൻ പരീക്ഷയ്ക്ക് ഒരു സിലബസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ തവണ. ആ സിലബസ് തന്നെയായിരിക്കും ഇത്തവണയും വരാൻ സാധ്യത. ആ സിലബസ് പൂർണ്ണമായിട്ടും 100% കവർ ചെയ്തുകൊണ്ടുള്ള ക്ലാസ് ആയിരിക്കും. അതിൽ ഒരു ഭാഗം പോലും ഒഴിവാക്കിയല്ല നമ്മുടെ കോഴ്സ്, പൂർണ്ണമായിട്ടും കവർ ചെയ്തുകൊണ്ടുള്ള കോഴ്സ് ആയിരിക്കും. പിന്നെ യൂണിഫോം പോസ്റ്റുകളുടെ ഒരു പ്രത്യേകത സ്പെഷ്യൽ ടോപ്പിക്കാണ്. ഫയർമാന് സ്പെഷ്യൽ ടോപ്പിക് ഉണ്ട്. മുൻവർഷ ചോദ്യ പേപ്പറുകളൊക്കെ കണ്ടവർക്ക് അറിയാം. അതിൽ നിന്നുമുള്ള മുഴുവൻ ഭാഗവും 3 മാസത്തിനുള്ളിൽ പൂർണ്ണമായും കവർ ചെയ്തുകൊണ്ടായിരിക്കും നമ്മുടെ കോഴ്സ് മുമ്പോട്ട് പോകുന്നത്. അതായത് നിങ്ങൾ കോഴ്സിൽ ജോയിൻ ചെയ്ത് 3 മാസം കൊണ്ട് തന്നെ സ്പെഷ്യൽ ടോപ്പിക്ക് പൂർണ്ണമായിട്ട് കവർ ചെയ്ത് മുൻവർഷങ്ങളിൽ ചോദിച്ച ചോദ്യ പേപ്പറുകൾ വിലയിരുത്തി അതിന്റെ ഒരു എക്സ്പ്ലനേഷനും ഇനി എക്സ്പെക്ട് ചെയ്യുന്ന ചോദ്യങ്ങൾ ഉൾപ്പെടെയുള്ള പൂർണ്ണമായിട്ടുമുള്ള സ്പെഷ്യൽ ടോപ്പിക്ക് നമ്മൾ കവർ ചെയ്യും. പിന്നെ നിങ്ങൾക്ക് 2 രീതിയിൽ ഇത് പഠിക്കാൻ പറ്റും. സബ്ജക്ട് വൈസ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാം. ഓരോ സബ്ജക്റ്റ് ആയിട്ട് എടുത്ത് നിങ്ങൾക്ക് നമ്മുടെ കോഴ്സ് പഠിക്കാം. അല്ലെങ്കിൽ ഞങ്ങൾ തന്നെ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാവും. Day 1, Day 2, Day 3 എന്ന് പറഞ്ഞിട്ട് പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള പോർഷൻസ് ഉൾപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ ഒരു സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടാവും. ആ സ്റ്റഡി പ്ലാൻ വെച്ചും നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. പിന്നെ മൊബൈൽ ആപ്പ് മാത്രമല്ല, നിങ്ങളുടെ പേഴ്സണൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ചും കോഴ്സ് ആക്സസ് ചെയ്യാൻ പറ്റും. നമ്മുടെ കോഴ്സിന് വെബ് വേർഷനും അവൈലബിൾ ആണ്. പിന്നെ ഓൺലൈൻ ക്ലാസുകൾ കൈകാര്യം ചെയ്തിരിക്കുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച PSC പരിശീലന കേന്ദ്രമായ ലക്ഷ്യയിൽ ഓഫ്ലൈൻ ക്ലാസ് എടുക്കുന്ന അധ്യാപകരാണ്. അതേ അധ്യാപകർ തന്നെയാണ് ഓൺലൈനിലും ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നത്. പിന്നെ എല്ലാ ക്ലാസുകളോടൊപ്പവും PDF നോട്ട്സ് ഉണ്ടാവും. നിങ്ങൾക്ക് ആ നോട്ട്സ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. നോട്ട്സ് എന്ന് പറയുന്നത് ചിട്ടയായിട്ട് എഴുതി തയ്യാറാക്കിയ റാങ്ക് ഫയലിന് സമാനമായ നോട്ട്സ് ആയിരിക്കും നമ്മൾ ഓൺലൈൻ കോഴ്സിലൂടെ നൽകുന്നത്. അത് ഉപയോഗപ്പെടുത്തി കൃത്യമായിട്ട് നോട്ട് പഠിക്കാവുന്നതാണ്. പിന്നെ ഓരോ ക്ലാസ് കഴിയുമ്പോഴും ആ ക്ലാസ്സിനോടൊപ്പം ഒരു ചോദ്യ പേപ്പർ ഓൺലൈനായിട്ടുണ്ടാവും. അത് നിങ്ങൾക്ക് പരീക്ഷ എഴുതി പരിശീലിക്കാവുന്നതാണ്. പിന്നെ ഫയർമാന്റെ മോഡൽ എക്സാംസും മുൻവർഷ ചോദ്യ പേപ്പറുകളും നിങ്ങൾക്ക് നമ്മുടെ കോഴ്സിൽ ലഭ്യമായിരിക്കും. എല്ലാ ദിവസത്തെയും കറണ്ട് അഫയേഴ്സ് നമ്മൾ ടെലഗ്രാം ചാനലിലൂടെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. കറണ്ട് അഫയേഴ്സിന് വലിയൊരു സ്ഥാനം PSC പരീക്ഷകളുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ കറണ്ട് അഫയേഴ്സ് സ്പെഷ്യൽ ക്ലാസുകളും അതുപോലെ തന്നെ അപ്ഡേഷനും ഉണ്ടാവും. അതോടൊപ്പം കഴിഞ്ഞ തവണത്തെ ഫയർമാൻ ചോദ്യ പേപ്പർ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഭൂരിഭാഗവും സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളായിരുന്നു. അതുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് ചോദ്യം എങ്ങനെ നേരിടണം എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും എല്ലാ ക്ലാസ്സുകളും. വെറും ക്വസ്റ്റ്യൻ ആൻസർ രീതിയിലല്ല, സ്റ്റേറ്റ്മെന്റ് ചോദ്യം എങ്ങനെ നേരിടണം എന്ന് പഠിപ്പിച്ചായിരിക്കും നമ്മൾ മുമ്പോട്ട് പോകുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, കോഴ്സിന്റെ കാലാവധി 6 മാസമാണ്. 3500 രൂപയാണ് നമ്മുടെ ഫയർമാൻ കോഴ്സിന്റെ കോഴ്സ് ഫീ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഞങ്ങളെ വിശ്വസിച്ച് ഉറപ്പായിട്ടും അഡ്മിഷൻ എടുക്കാം. സിലബസ് പൂർണ്ണമായിട്ട് കവർ ചെയ്യും. സ്പെഷ്യൽ ടോപ്പിക്ക് പൂർണ്ണമായിട്ട് കവർ ചെയ്യും. ഞങ്ങളുടെ കോഴ്സ് കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഒരിക്കലും ഫയർമാൻ പരീക്ഷ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളതാകില്ല. കൃത്യമായി പഠിച്ചു പോയാൽ മതി. ഉറപ്പായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി നിങ്ങൾക്ക് നേടാൻ കഴിയും. എല്ലാവിധ ആശംസകളും. നന്നായി പഠിക്കുക. നന്ദി.